അതിരപ്പള്ളിയിലെ കാട്ടുകൊമ്പന്മാരായ മഞ്ഞക്കൊമ്പൻ, ഏഴാറ്റുമുഖം ഗണപതി ഉൾപ്പെടെയുള്ള കാട്ടാനകൾ കിലോമീറ്ററുകൾ താണ്ടി പാലപ്പള്ളിയിലെത്തി. പാലപ്പള്ളി തോട്ടം മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്ന 25-ലേറെ കാട്ടാനകൾ പ്രദേശത്ത് വ്യാപകമായ കൃഷി നശിപ്പിക്കുകയാണ്. 2 ദിവസം മുൻപാണ് ഏഴാറ്റുമുഖം ഗണപതി, മഞ്ഞക്കൊമ്പൻ എന്നീ വിളിപ്പേരുകളുള്ള ആനകളെ പാലപ്പള്ളി മേഖലയിൽ നാട്ടുകാർ കണ്ടതായി പറയുന്നത്. കുണ്ടായി, ചക്കിപ്പറമ്പ് എന്നീ പ്രദേശങ്ങളിൽ ഇറങ്ങിയ ആനക്കൂട്ടം ജനവാസ മേഖലയിൽ എത്തിയാണ് കൃഷി നശിപ്പിച്ചത്. നാട്ടുകാരും തോട്ടം തൊഴിലാളികളും വാച്ചർമാരും ചേർന്ന് പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയും ആനകളെ കാടുകയറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലം കാണുന്നില്ല. പകൽ സമയത്ത് പോലും തോട്ടങ്ങളിലും റോഡിലും ഇറങ്ങുന്ന ആനക്കൂട്ടത്തെ ഭയന്നാണ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ആനക്കൂട്ടത്തിന്റെ മുന്നിൽ അകപ്പെട്ട തൊഴിലാളികൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി കഴിയുന്ന പ്രദേശത്തെ ആദിവാസികളും തൊഴിലാളി കുടുംബങ്ങളും അക്രമകാരികളായ ആനകൾ കൂടി എത്തിയതോടെ ഭീതിയിലാണ്. കഴിഞ്ഞ മാസം അതിരപ്പള്ളി മേഖലയിൽ കാട്ടാന ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് പ്രദേശത്തെ ആനക്കൂട്ടത്തെ RRT സംഘം കാടുകയറ്റിയത്. കിലോമീറ്ററുകൾ താണ്ടിയാണ് ഈ ആനകൾ പാലപ്പള്ളിയിലെത്തിയത്. പാലപ്പള്ളി മേഖലയിൽ 100-ലേറെ ആനകളുണ്ടെന്നാണ് ഏകദേശ കണക്ക്. തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലെ ആനക്കൂട്ടത്തെ കാടുകയറ്റാൻ വനം വകുപ്പ് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം അതിരപ്പള്ളി മേഖലയിൽ നിന്ന് ആനകൾ പാലപ്പള്ളിയിലെത്തിയതുമായി വനപാലകർക്ക് സ്ഥിരീകരണമില്ല. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. അമ്മയുടെ സ്നേഹവും പ്രകൃതിയുടെ നന്മയും നമ്മുടെ കുരുന്നുകളുടെ വളർച്ചയ്ക്കായി അസൽ ഏത്തയ്ക്ക പൊടിയുടെ കരുത്തുമായി ഡോക്ടർ ഫുഡിന്റെ ന്യൂട്രി ബനാന പൗഡർ. തലമുറകളുടെ കരുത്തിന് ഡോക്ടർ ഫുഡ് ന്യൂട്രി.